ഷോപ്പിംഗ് അനുഭവത്തിൽ വിപ്ലവകരമായ മാറ്റമാണ് സൗകര്യപ്രദവും വൈവിധ്യമാർന്നതുമായ ഓൺലൈൻ ഷോപ്പിംഗ് കൊണ്ടുവന്നത്. എന്നാൽ കേടുപാടുള്ള, ഓർഡർ ചെയ്യാത്ത ഒരു ഉൽപ്പന്നം കിട്ടിയാൽ എന്ത് സംഭവിക്കും? ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമവും 2020 ഇ-കൊമേഴ്സ് ചട്ടങ്ങളും ഓൺലൈൻ ഇടപാടുകളിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ചട്ടക്കൂട് നൽകുന്നുണ്ട്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെയും വിൽപ്പനക്കാരുടെയും ഉത്തരവാദിത്തങ്ങളും ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഈ നിയമങ്ങൾ പ്രദാനം ചെയ്യുന്നു. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഗുണനിലവാരത്തിലുള്ളതും നൽകപ്പെട്ട വിവരണത്തിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ചുമുള്ള ഉൽപ്പന്നം ലഭിക്കാൻ അവകാശമുണ്ട്. ഉൽപ്പന്നത്തിനു കേടുപാടുണ്ടെങ്കിലോ ഓർഡർ ചെയ്യാത്ത ഉൽപ്പന്നം ലഭിച്ചാലോ അത് വ്യാപാരികളുടെ സേവനത്തിൽ വരുന്ന വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു. 2020 ഇ-കൊമേഴ്സ് ചട്ടങ്ങൾ പ്രകാരം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നിർബന്ധമായും ഒരു പരാതി പരിഹാര സംവിധാനവും അതിനായി ഒരു ഓഫീസറും ഉണ്ടായിരിക്കണം. പരാതിക്കാർക്ക് പരിഹാരം തേടുന്നതിനായി വിൽപ്പനക്കാരുടെ പേരും ബന്ധപ്പെടേണ്ട വിവരങ്ങളും പ്രസ്തുത പ്ലാറ്റ്ഫോമുകൾ അവരുടെ വെബ്സൈറ്റിൽ നിയമപ്രകാരം പ്രദർശിപ്പിക്കേണ്ടതാണ്. കേടുപാടുള്ളതോ അല്ലെങ്കിൽ ഓർഡർ ചെയ്തതല്ലാത്ത ഉൽപ്പന്നങ്ങൾ ലഭിക്കുമ്പോൾ അവയെ സംബന്ധിച്ച എല്ലാ പരാതികളും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ കസ്റ്റമർ സപ്പോർട്ടാണ് പരിഹരിക്കേണ്ടത്. പരാതികൾ പരിഹരിക്കുന്നതിന്റെ കാലയളവ് വ്യത്യസ്തമാകാം. മിക്ക പ്ലാറ്റ്ഫോമുകളും കൃത്യമായി പരാതികൾ സ്വീകരിക്കുകയും 7 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ അവ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം. ഓൺലൈൻ ഷോപ്പിംഗിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കേടുവന്നതോ ഓർഡർ ചെയ്തതിൽ നിന്ന് വ്യത്യാസമുള്ളതോ ആണെങ്കിൽ ഉപഭോക്താവിന് ചെലവാക്കിയ തുക തിരികെ വാങ്ങുന്നതിനും ഉൽപ്പന്നം മാറ്റി വാങ്ങുന്നതിനും നഷ്ടപരിഹാരം വാങ്ങുന്നതിനും യാതൊരു നിയമ തടസ്സവുമില്ല. യഥാർത്ഥത്തിൽ ഈ അവകാശങ്ങളെല്ലാം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോഴുള്ള ഉപഭോക്താവിന്റെ അവകാശങ്ങളെപ്പറ്റി ഉപഭോക്തൃ ഫോറങ്ങളും കോടതികളും പല വിധികളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയുടെ വിധിപ്രകാരം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് സൗകര്യമൊരുക്കുന്നവർ മാത്രമല്ല, വിപണന പ്രക്രിയയിൽ സജീവ പങ്കാളികളും കൂടിയാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും ആധികാരികതയും ഉറപ്പുവരുത്തുന്നതിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കുള്ള ഉത്തരവാദിത്വത്തെയാണ് പ്രസ്തുത കോടതി വിധി സൂചിപ്പിക്കുന്നത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര സമിതിയുടെ ചട്ടപ്രകാരം ഇ-കൊമേഴ്സ് കമ്പനികൾക്ക് തങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ വഴി വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാകില്ല. ഒരു കേസിൽ കേടുപാടുള്ള മൊബൈൽ ഫോൺ നൽകിയതിന്റെ പേരിൽ ഇ-കൊമേഴ്സ് കമ്പനിയോട് ഫോണിന്റെ തുക തിരിച്ചുകൊടുക്കാനും ഉപഭോക്താവ് നേരിട്ട മാനസിക വ്യതയ്ക്ക് നഷ്ടപരിഹാരം നൽകാനും സമിതി ഉത്തരവിടുകയുണ്ടായി. മറ്റൊരു കേസിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര സമിതി വ്യാജ ഉൽപ്പന്നം വിറ്റതിന്റെ പേരിൽ ആമസോണിനെ ഉത്തരവാദിയാക്കി വിധി കൽപ്പിച്ചിരുന്നു. തങ്ങളുടെ സേവനത്തിലൂടെ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തുകയെന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ കടമയെയാണ് ആ വിധി ചൂണ്ടിക്കാട്ടിയത്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ കസ്റ്റമർ സപ്പോർട്ട് പരാതി പരിഹരിച്ചില്ലെങ്കിൽ ഉപഭോക്താവ് ഓർഡർ ചെയ്ത അതാത് ജില്ലയിലുള്ള ഉപഭോക്തൃ ഫോറത്തിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഉപഭോക്തൃ ഫോറങ്ങളുടെ വിധികൾ പ്രകാരം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് തങ്ങൾ വഴി വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും ആധികാരികതയും ഉറപ്പുവരുത്തേണ്ടത്. ഓൺലൈനായി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഉപഭോക്തൃ ഫോറങ്ങൾ നഷ്ടപരിഹാരം വിധിക്കാറുണ്ട്. കാര്യമായ കഷ്ടനഷ്ടങ്ങൾ നേരിടുന്ന ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തിന്റെ വില മാത്രമല്ല, അവർക്കുണ്ടാകുന്ന മാനസിക വ്യതയ്ക്കും കേസ് നടത്താനുള്ള ചെലവിനുമുള്ള തുക നഷ്ടപരിഹാരമായി നൽകുവാൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളോട് ഉപഭോക്തൃ ഫോറങ്ങൾക്ക് ഉത്തരവിടാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.